ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ റെസ്റ്റ് ഡേ ആണ്, ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ജിമ്മിൽ പോകുന്നില്ല, വർക്കൗട്ട് ചെയ്യുന്നില്ല. ബട്ട് ഇന്ന് വാക്കിംഗ് ഉണ്ടാവും. വാക്കിംഗ് അപ്പോൾ എന്തായാലും ആ വീഡിയോ വൈകിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയ്ക്കകത്ത് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ കഴിഞ്ഞൊരു 3 മാസത്തെ വ്യത്യാസം എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഞാൻ കാണിച്ചത് എൻ്റെ കയ്യിൽ എൻ്റെ BMI റിപ്പോർട്ട്സ് ഉണ്ട്. ഇത് ഞാൻ ഇപ്പോൾ പുതിയ ജിമ്മിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ആ ജിമ്മിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ സാധനം എടുത്തു തുടങ്ങിയത്. അതിന് മുമ്പ് ഞാൻ എടുക്കുന്നില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ പഴയ റിപ്പോർട്ട്സ് തൊട്ട് പുതിയ റിപ്പോർട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങി കുറച്ച് നാളിന് ശേഷം എടുത്ത BMI ആണ്. ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 4 മാസം ആവാറായി. അപ്പം ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 27 to 30 ആ റേഞ്ചിലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എടുത്തത് 8/4/24 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്തതാണ്. ഓക്കെ, അന്ന് 83 കിലോ ഉണ്ടായിരുന്നു. 36.5 കിലോ എൻ്റെ മസിൽ മാസ്, ഫാറ്റ് മാസ് 19.1 കിലോ. ഓക്കെ, എൻ്റെ ഇത് BMI 27 ആയിരുന്നു, ഫാറ്റ് പെർസെൻറ്റേജ് 22. ഓക്കെ, അന്നും ഫിറ്റ്നസ് സ്കോർ ഓക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് എടുത്തത് 2/5/24 ഓക്കെ, അന്ന് ഞാൻ എടുത്തപ്പോൾ എൻ്റെ ബോഡി വെയിറ്റ് കുറഞ്ഞ് 82 കിലോ, മസിൽ മാസ് സെയിം, അതിനകത്ത് ബോഡി ഫാറ്റ് മാസ് എന്ന് പറയുന്നത് 17.8, ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് 20 ആണ്. സ്കോർ ഏകദേശം സെയിം. അത് കഴിഞ്ഞ് ഞാൻ എടുത്തത് 30/5 ഓക്കെ, 30/5 എടുത്തപ്പം 79 എൻ്റെ വെയിറ്റ്, 79. ഫാറ്റ് മസിൽ മാസ് സെയിം 36 തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു. ഫാറ്റ് മാസ് 16.5 കിലോ ആക്കി മാറ്റി, ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് 20 ആക്കി. ഓക്കെ, ഇതത് കഴിഞ്ഞിട്ടുള്ളത് 17/6. അന്ന് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 78.4 കിലോ ആയി. ഇതെല്ലാം നമ്മൾ മോർണിംഗ് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം മസിൽ മാസ് എന്ന് പറയുന്നത് 36.2, ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് 15 കിലോ ആക്കി മാറ്റി, ഫാറ്റ് പെർസെൻറ്റേജ് 19 ആയി. ഓക്കെ, ഇതെൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു BMI റിപ്പോർട്ടാണ്. 2/7 ഓക്കെ, 77.1 കിലോ, 36.3 കിലോ, 13.6 കിലോ മസിൽ ഫാറ്റ് മാസ്, ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് 17.7. ഓക്കെ, അപ്പം ഇതാണ് ഇപ്പം എൻ്റെ റീസെൻ്റ് ആയിട്ടുള്ളത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഇതിന് ശേഷം ഞാൻ എടുത്തിട്ടില്ല. ഇനി ഇപ്പം എൻ്റെ ഡയറ്റ് എല്ലാം മാറിയിട്ടുണ്ട്. ആ ഡയറ്റ് മാറിയതിന് ശേഷം ഇതൊരു ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് ഡയറ്റ് ചെയ്തതിന് ശേഷമാണ് അടുത്ത റിപ്പോർട്ട് എടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നതെന്ന് വെച്ചാൽ എൻ്റെ കഴിഞ്ഞ ഒരു 3 മാസത്തെ ചേഞ്ചാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് എൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ വേണ്ടി, അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ BMI റിപ്പോർട്ട്സ് എടുക്കുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു ഫോട്ടോ എടുക്കുക. പിന്നെ എനിക്ക് ഈയിടയ്ക്ക് വന്നൊരു കാര്യമാണ്, ഞാനിത് കംപ്ലീറ്റ്ലി ഫുഡ് കൺട്രോൾ ചെയ്ത് വർക്കൗട്ടും ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ എടുത്ത് ഉറക്കം എല്ലാം കറക്റ്റായപ്പോഴാണ് എനിക്ക് ഈ ഒരു ചേഞ്ച് വന്നത്. ഓക്കെ, ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം എനിക്ക് എൻ്റെ ആദ്യത്തെ ഈ 2 മാസം എന്ന് പറഞ്ഞത് എനിക്ക് കറക്റ്റായിട്ടുള്ള ഉറക്കം കുറവായിരുന്നു. ഞാൻ ഡബിൾ ഷിഫ്റ്റ് വർക്കിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജോലിക്ക് പോകും, അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് രാത്രിയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഉറക്കം കറക്റ്റായിട്ട് കിട്ടുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഷിഫ്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് പേഴ്സണൽ ട്രെയിനിങ്ങിന് മാത്രം ഒരു ഷിഫ്റ്റ് പോകും. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഉറക്കം കറക്റ്റായിട്ട് തുടങ്ങി. അപ്പോൾ എൻ്റെ ബോഡിക്ക് ഭയങ്കര ചേഞ്ചസ് വന്നു തുടങ്ങി. ഞാൻ ഡയറ്റ് പ്രോപ്പറായിട്ട് നോക്കി, വർക്കൗട്ട് പ്രോപ്പറായിട്ട് നോക്കി, റെസ്റ്റും പ്രോപ്പറായിട്ട് നോക്കി. അപ്പോൾ എൻ്റെ ബോഡിക്ക് ഒരുപാട് ചേഞ്ചസ് വരാൻ തുടങ്ങി. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ കാർബിലാണ് പോകുന്നത്. ലോ കാർബിൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇന്നലെ കുഴപ്പമില്ലായിരുന്നു. ലോ കാർബാണ്. കാർബ് കട്ട് ചെയ്തിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ലോ കാർബിലോട്ടാണ് പോകുന്നത്. ഒരു 50 mg കാർബ് മിനിമം, കാരണം മൈൻഡ് ഒന്ന് ഇതാക്കാൻ വേണ്ടി. അപ്പം അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട്സ് ഉടനെ ഇനി ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി BMI എടുക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളൂ, ഇപ്പം നിങ്ങൾ ഫിറ്റ് ആവുന്നതിന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ഫുഡ് തന്നെയാണ്. ഓക്കെ, വർക്കൗട്ട് എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കും. നിങ്ങളുടെ മസിൽസിനും നിങ്ങളുടെ ബോൺസിനും നിങ്ങളുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനും എല്ലാത്തിനും നല്ല ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഒരു കാര്യം, ഞാനിതിപ്പം എൻ്റെ അടുത്ത് എൻ്റെ ക്ലയൻസ് ആയാലും സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ട്. ഭയങ്കര എൻ്റെ ഈ വ്യത്യാസം കണ്ടിട്ട് ചോദിക്കുന്ന സ്റ്റുഡൻസിന് ഞാൻ പറയും ഞാൻ ഡയറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഡയറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുത്ത് എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട ഒരു സാധനമാണോ?
ഇപ്പം ഞാനൊരു കോമ്പറ്റീഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറ്റിന് ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അതിനെ നമുക്ക് ഡയറ്റ് എന്ന് വിളിക്കാം. കാരണം നമുക്ക് ഇന്ന സാധനം കഴിക്കാൻ പാടില്ല, ഇത്ര എമൗണ്ടിലേ കഴിക്കാൻ പാടുള്ളൂ, അങ്ങനെ. ബട്ട് ഒരു പ്രോപ്പറായിട്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അവർ നോക്കുന്നതിൽ ജസ്റ്റ് ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പം നിങ്ങൾ ഡയറ്റ് അല്ല ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ കഴിക്കേണ്ട ഫുഡ് എപ്പോഴും ഹെൽത്തി ആയിരിക്കണം. നിങ്ങൾ രാവിലെ തൊട്ട് രാത്രി വരെ കഴിക്കുന്ന ഫുഡുകളെല്ലാം ഹെൽത്തി ആയിരിക്കണം. നിങ്ങൾ പുറത്തുനിന്ന് ഏത് സമയം ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഇനി ഡയറ്റ് ചെയ്യാൻ പോവാം, ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഫുഡേ കഴിക്കത്തുള്ളൂ, ആ ഒരു ഇത് എപ്പോൾ തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു 5 കൊല്ലം മുമ്പ് നമ്മുടെ ഫുഡിൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ വ്യത്യാസമായിരുന്നു. എല്ലാവരും വീട്ടിനകത്തുള്ള ഫുഡ് കഴിക്കും, പുറത്ത് പോയി വല്ലപ്പോഴും ഫുഡ് കഴിക്കും. ഇപ്പം അങ്ങനെയാണോ ലൈഫ് സ്റ്റൈൽ? ഇപ്പം എല്ലാവരും ആ ഒരു ഫുഡ് കൾച്ചറിലോട്ട് ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഒരുപാട് ടൈപ്പ് വെറൈറ്റീസ് ഓഫ് ഫുഡ് വന്നിട്ടുണ്ട്. ഞാനും ഒരു ഫുഡി ആയിരുന്നു. ഓക്കെ, ഞാനൊരു ഫുഡി ഇപ്പോഴുമാണ്. എനിക്കും ഒരുപാട് ക്രേവിങ്സ് ഉണ്ട്. ബട്ട് അതെല്ലാം കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ ഡയറ്റ് കൊണ്ടുപോകുന്നത്. അപ്പം ഫുഡ് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നുണ്ട്, വീട്ടിൽ നിന്നുള്ള ഫുഡ് കഴിപ്പ് കുറവാണ്. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എല്ലാവരുടെയും. ഇപ്പം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പം ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കഴിക്കുന്ന സാധനം അനുസരിച്ചിരിക്കും നമ്മൾ അതിൻ്റെ ഹെൽത്തി ആണോ അല്ലയോ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളൊരു 10 ദിവസം കഴിക്കുന്നു, ആ 10 ദിവസത്തിനകത്ത് 8 ദിവസം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു. ഈ കഴിക്കുന്ന ഫുഡിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ചേർക്കുന്നത് നിങ്ങൾക്കൊരു ഐഡിയ ഇല്ല. വീട്ടിൽ കഴിക്കുന്ന ഫുഡിനകത്ത് നമ്മൾ എന്തൊക്കെ ചേർക്കുന്നതെന്ന് നമ്മൾ തീരുമാനിക്കും. അതുകൊണ്ട് നമുക്കറിയാം. ഹെൽത്തി ഓപ്ഷനായിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് ഡയറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് ഒരുപാട് ജീവിക്കാനുള്ളതാണ്. ഈ ആവശ്യമില്ലാത്ത ഫുഡ്, പുറത്തുനിന്ന് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഒക്കെ കഴിച്ചു കഴിഞ്ഞ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത്, പുറത്തുനിന്ന് ഫുഡ് കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, പ്രിസർവ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. ഓക്കെ, അത് ഈ മെയിനായിട്ട് ഫാസ്റ്റ് ഫുഡ് ഐറ്റംസിനകത്ത് വരുന്നത് പ്രിസർവ് ആയിട്ടുള്ളത്, പാക്കേജ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ വരുന്നത് ഒരുപാട് ഓയിലി ആയിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് ഫ്രഷ് കട്ടായിട്ടുള്ള ഫ്രഷ്ലി ഉണ്ടാക്കുന്ന പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷേ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഒരുപാട് പ്രിസർവ് ചെയ്ത് ഫ്രിഡ്ജിലും വെച്ച് ഒരുപാട് പിന്നെയും റീഹീറ്റ് ചെയ്ത് വരുന്ന ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പിന്നെ ഒരുപാട് ഓയിലി ഐറ്റം. ഈ ഓയിൽ എത്ര വട്ടം മാറ്റും നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം ഓയിലിൻ്റെ കണ്ടൻറ്റ് മാറുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയിലോട്ട് പോകുന്ന കാലറിയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഹെൽത്തി എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് എന്നല്ല. ഇപ്പം ഞാൻ കഴിക്കുന്ന ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, ഓക്കെ അവൻ ഭയങ്കര ഡയറ്റിങ്ങാണ്. ബ്രോ, അത് എൻ്റെ ആവശ്യമാണ്. എനിക്ക് എൻ്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് അത്രയും കുറയ്ക്കേണ്ടത് കൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങളൊരു പ്രോപ്പറായിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ്, പ്രോപ്പറായിട്ടുള്ള പ്രോട്ടീൻ കണ്ടൻറ്റ്, പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ കണ്ടൻറ്റ്, പ്രോപ്പറായിട്ടുള്ള ഫൈബർ, പ്രോപ്പർ ഫാറ്റ്, ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് വീട്ടിലും ഉണ്ടാക്കാം, പുറത്തുനിന്നും കഴിക്കാം. കഴിക്കുന്ന സാധനം സെലക്റ്റീവ് ആയിരിക്കണം. ടേസ്റ്റ് മാത്രം നോക്കിപ്പോയി കഴിഞ്ഞാൽ ഹെൽത്ത് കിട്ടില്ല. ഹെൽത്ത് മാത്രം നോക്കിപ്പോയി കഴിഞ്ഞാൽ ടേസ്റ്റും കിട്ടില്ല. രണ്ടും കൂടി കോമ്പൻസേറ്റ് ചെയ്യാൻ പഠിക്കണം. ഒരു 6 ദിവസം വീട്ടിനകത്തുനിന്ന് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിച്ച് ഒരു ദിവസം പോയി കുറച്ച് ഒരു ദിവസം മൊത്തത്തിലല്ല, ഒരു നേരം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. നിങ്ങളത് ബാലൻസ് ചെയ്യാൻ പഠിക്കും. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് നിങ്ങളുടെ ഫ്യൂച്ചറിന് നല്ലത്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. നമ്മുടെ ഹെൽത്ത് ഫീൽഡ് അതൊന്നും പുറത്ത് പറയത്തില്ല. കാരണം അവരുടെ വരുമാനം അതാണ്. നിങ്ങളെ ഒരു പേഷ്യൻ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കാണ് ഗുണം. മനസ്സിലായോ? ഞാൻ ഹെൽത്ത് ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഞാനിതെല്ലാം കാണുന്ന ഒരാളാണ്. ഓക്കെ, അതുകൊണ്ട് പറയുന്നതാണ്, നിങ്ങൾ ഹെൽത്തി ആയിട്ടിരുന്നാൽ അവർക്ക് അവിടെ കുറയും. അതുകൊണ്ടാണ് കുറയ്ക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇതൊന്നും ആരൊന്നും പറയത്തില്ല. നിങ്ങളുടെ ഹെൽത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളും. ഇപ്പം ഡയറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, ഇപ്പം എൻ്റെ ഒരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചതാണ്. അപ്പം പുള്ളിക്കാരനോട് ആൾക്കാർ ചോദിക്കുന്നു, നിങ്ങൾ എന്തിന് ഒരു മാസം നിങ്ങൾ എന്തിന് ഇത്രയും പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്നുണ്ട് പുള്ളിക്കാരൻ ഞാൻ പറയുന്ന സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ട്, ഞാൻ പറയുന്ന ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതിന് നല്ല ചിലവുണ്ട്. മാസം ഒരു 10 to 12K അടുപ്പിച്ച് അതിന് വരും. ഓക്കെ, കാരണം പ്രോട്ടീൻ പൗഡറിനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട്. അത് പുള്ളിക്കാരന് ഒരുപാട് കഴിക്കാൻ പറ്റില്ല. വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കുന്നത്. അധികം ഫുഡ് പുറത്തൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊരു സപ്ലിമെൻറ്റ് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു. അതൊരു പ്രോപ്പറായിട്ടുള്ള ഐസൊലേറ്റ് വേ പ്രോട്ടീൻ എടുക്കുന്നുണ്ട്. പിന്നെ പ്രോപ്പറായിട്ട് ഞാൻ പറയുന്ന ഫുഡുകളെല്ലാം ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് ഒരു ഡയറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് കഴിയുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു റിലേറ്റീവ് ചോദിച്ചതാണ്, എന്തിനാ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ട് കളയുന്നതെന്ന്.
എനിക്ക് എൻ്റെ അടുത്ത് അത് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചുള്ളൂ. ഇപ്പോൾ പറഞ്ഞ പുള്ളിക്കാരൻ ഏജ്ഡാണ്. ഓക്കെ, പുള്ളിക്കാരൻ മാസം ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുമ്പം ഒരു തുക പോകും. ഓക്കെ, ഡയബറ്റീസ് ഉണ്ട്, പ്രഷറുണ്ട്, ഓക്കെ, കൊളസ്ട്രോൾ ഉണ്ട്. ഈ ഡോക്ടറെ കാണുമ്പം ഒരു തുക ചിലവാകും. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നേ ഇല്ല. മനസ്സിലായ? അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമുക്ക് വരുന്ന കുറച്ച് ഡിസീസസ് ഉണ്ട്, അല്ലെങ്കിൽ കണ്ടീഷൻസ് ഉണ്ട്. അത് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്താൽ തന്നെ നമുക്ക് വരാതിരിക്കാൻ നോക്കാം. ഇപ്പം നമുക്ക് പിടിച്ച് മാറ്റിയെടുക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. പെട്ടെന്നൊരു ആക്സിഡൻറ്റ് പറ്റി, അല്ലെങ്കിൽ പെട്ടെന്ന് വയ്യാതെ വന്നു, ഒരുപാട് വൈറലായിട്ടുള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഡിസീസസ് വന്നു, ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യാസങ്ങൾ കൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് നോക്കാം. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഒന്ന് ആശുപത്രിയിൽ പോയി നിങ്ങളൊന്ന് കിടപ്പിലായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 5 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാൽ നിങ്ങൾക്ക് എത്ര രൂപ ചിലവാകും? ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പേഷ്യൻറ്റിന് മിനിമം ബഡ്ജറ്റ് കൊടുക്കും. ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുക ഒരു ബില്ലിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ പറയാം, മിനിമം ഒരു 2 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുടെ ബില്ല് 10,000 15,000 ആ റേഞ്ചിൽ വരും, ഉറപ്പായിട്ടും വരും. നിങ്ങൾ 2 ദിവസം ഇൻവെസ്റ്റ് ചെയ്തത്, നിങ്ങളുടെ 2 ദിവസം പോയി ഹോസ്പിറ്റലിൽ 15,000 രൂപ. ഈ ഹോസ്പിറ്റലിൽ പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ 1 മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നത് 10,000 രൂപ. റേഷ്യോ കറക്റ്റായോ? നിങ്ങൾ ഹെൽത്തിയാണ്, നിങ്ങൾ അധികം ഹോസ്പിറ്റലിൽ പോകുന്നില്ല, നിങ്ങൾ നല്ലൊരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു, നല്ലൊരു ലൈഫ് സ്റ്റൈലിൽ. എൻ്റെ ക്ലയൻസിന് ആർക്കും സ്ട്രെസ്സില്ല, നല്ല ഉറക്കമുണ്ട്, അവർക്കെല്ലാം അത്യാവശ്യം നല്ല മസ്കുലറായിട്ടുള്ള ഒരു ഫിസിക്ക് വരുന്നുണ്ട്, അവരെല്ലാം ലൈഫിൽ ഹാപ്പിയാണ്. അതിലാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഡയറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇഷ്ടമുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചേഞ്ചസ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. സോറി സൗണ്ട്, പിള്ളേരെ അപ്പം കിടന്നുണ്ടാകും സൺഡേ. അപ്പം അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചേഞ്ചസ് ക്വാണ്ടിറ്റി പ്രപ്പോർഷൻ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതിനകത്തൊരു പ്രോപ്പർ പ്രോട്ടീൻ കണ്ടൻറ്റ് കാണും, കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് കാണും, ഫാറ്റ് കണ്ടൻറ്റ് കാണും, അത്രയും ചെയ്യുന്നുള്ളൂ. അപ്പം സംഭവം നിങ്ങളൊന്ന് നല്ലോണം റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും പഠിക്കാവുന്നതേ ഉള്ളൂ. അതിന് ഒരുപാട് തല വയ്ക്കേണ്ട ആവശ്യമില്ല. ബട്ട് ചൂസ് ചെയ്യുക, ഇത് മുന്നോട്ട് എത്ര കാലം കൊണ്ടു. നിങ്ങളൊരു ഡയറ്റ് പ്ലാൻ, ഇപ്പം ഞാൻ എഴുതി തരുന്നൊരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ അതേ കണക്ക് ഫോളോ ചെയ്താൽ ഒരു മാക്സിമം പോയ 10 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം മെൻ്റലി അത് ഭയങ്കരമായിട്ട് നിങ്ങളെ ബാധിക്കും. നിങ്ങൾക്ക് ടേസ്റ്റുള്ള ഫുഡ് കഴിക്കണം എന്നുള്ള ക്രേവിങ്സ് ഒരുപാട് വരും. ബട്ട് അതേ സാധനം ഞാൻ പറയുന്ന ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വെച്ച് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നത്, ബട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയും. മനസ്സിലായോ? കാരണം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് സെയിം സാധനത്തിനകത്ത് ഞാനത് നോക്കിയിട്ട് അതിനകത്ത് കുറച്ച് സാധനങ്ങൾ മാത്രമേ മാറ്റുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ യു ആർ ഗെറ്റിംഗ് വാട്ട് യു വാണ്ട്. ഓക്കെ, റിസൾട്ട്സ് ഉണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, കുറച്ച് വർക്കൗട്ടും ചെയ്യുന്നുണ്ട്, ലൈഫ് ഹാപ്പി. അതാണ് ഇപ്പം ഞാൻ ചെയ്തു കൊടുക്കും. നിങ്ങളാരെയും ഞാൻ കൺവിൻസ് ചെയ്ത് എൻ്റെ ട്രെയിനിങ് ചേർപ്പിക്കുകയല്ല, ഞാൻ പറഞ്ഞു തരിക. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇത് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്നൊരു ടേമാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. ഓക്കെ, ഒരുപാട് മരുന്ന് തന്നു, ഒരുപാട് സപ്ലിമെൻറ്റ്സ് തന്നു, ഒരുപാട് ആവശ്യമില്ലാത്ത സപ്ലിമെൻറ്റ്സ് തന്നു, ഇതൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, ബട്ട് കഴിക്കുന്ന ഫുഡിനകത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആക്ടിവിറ്റി ലൈഫിൽ വേണം, അത് ഉറപ്പാണ്. കാരണം എന്തെങ്കിലും ആയിക്കോട്ടെ, സ്പോർട്സ്, ഗെയിംസ്, സ്വിമ്മിങ്, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ആക്ടിവിറ്റി വേണം. കാരണം അത് നിങ്ങൾ ഒരേ സമയം നിങ്ങളെ മെൻ്റലിയും കുറച്ചും കൂടി ഹാപ്പി ആക്കും, ഫിസിക്കലി കുറച്ചും കൂടി നല്ല ആക്റ്റീവ് ആക്കും. അപ്പോൾ ഇതിന് ഏജ് റെസ്ട്രിക്ഷൻസ് ഇല്ല, എല്ലാവർക്കും ഒരു ആക്ടിവിറ്റി വേണം. ഈ ഒരുപാട് വയസ്സായവർക്ക് മിനിമം ഒരു വാക്കിംഗ് എങ്കിലും ആക്ടിവിറ്റി ആയിട്ട് വേണം. ഒരുപാട് താന്നുള്ള കൊച്ചു പിള്ളേർക്ക് ഔട്ട്ഡോർ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുക്കുക. പിള്ളേർക്കും ആക്ടിവിറ്റി വേണം. എല്ലാവരും വീട്ടിനകത്ത് ഫ്ലാറ്റിനകത്ത് പൂട്ടിയിട്ട് പിള്ളേരെ കമ്പ്യൂട്ടറും ഫോണും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതെന്ന് ആലോചിക്കണം. അവരുടെ ഫിറ്റ്നസ് നല്ല രീതിയിൽ കുറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ക്ലയൻസിൻ്റെ ഇത് വരുന്നുണ്ട്, പിള്ളേരെ ട്രെയിൻ ചെയ്യാനും കൂടി. കൊച്ചു പിള്ളേരെ 10-11 വയസ്സുള്ള പിള്ളേർക്ക് വെറുതെ വീട്ടിൽ ഇരുന്ന് വെയിറ്റ് കൂടിയിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ഫിറ്റ്നസ്സിനെ അത് ബാധിക്കുന്നു. അവർക്ക് എന്താ ചെയ്യേണ്ടത്? അവർക്ക് പുറത്ത് കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് മാക്സിമം അവരെ ആക്റ്റീവ് ആക്കുക. ഇപ്പം ഞാൻ പറയുന്ന ലൈഫ് സ്റ്റൈൽ ബാംഗ്ലൂരത്തെ ലൈഫ് സ്റ്റൈലാണ്. ഇവർക്ക് സിറ്റി ലൈഫിൽ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ട്
നമ്മുടെ നാട്ടിലെ പോലെ പുറത്ത് പോയി കളിക്കാനോ അങ്ങനത്തെ ഉള്ള ഒരു ഇത് കിട്ടുന്നില്ല. സ്കൂളിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരുപാട് പറഞ്ഞെന്ന് തോന്നുന്നു, ബോറടിച്ചു. എന്തെങ്കിലും ആട്ടെ, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയില്ലേ. അപ്പോൾ എന്തായാലും വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. ലൈക്ക് ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം, കുഴപ്പമൊന്നുമില്ല. എൻ്റെ തെറ്റ് ഞാൻ തിരുത്തിക്കോളാം. അത് കണക്ക് തന്നെ നിങ്ങളുടെ തെറ്റ് നിങ്ങളും തിരുത്തുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇട്ടിൽ ദെൻ ബൈ ബൈ. ഇനി 37 ദിവസം കൂടിയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പം സീ യു ഓൺ August 28 ഓൺ സ്റ്റേജ്. ബൈ ബൈ.